ഹലോ ഫ്രണ്ട്സ്, അപ്പം വെൽക്കം ബാക്ക് ടു ഷിൻസ് ഫാമിലി അഗെയിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നവർക്ക് ഒരു എസ്പെഷ്യലി നഴ്സിംഗ് ആളുകൾക്ക് ഓസ്ട്രേലിയയിലോട്ട് രജിസ്ട്രേഷൻ ഒക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, നമുക്ക് ഓസ്ട്രേലിയയിലോട്ട് പ്രോസസ്സിങ് തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഏജൻസി മുഖാന്തരം ഒന്നും പോകേണ്ട കാര്യമില്ല, നമുക്ക് സെൽഫായിട്ട് ചെയ്യാമെന്ന്. അപ്പം അതിൻ്റെ ബാക്കി വീഡിയോ എനിക്ക് ചെയ്യാൻ വേണ്ടി സമയം കിട്ടിയില്ല. അപ്പം ഞാൻ അന്ന് വിചാരിച്ചായിരുന്നു, ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും ഞാൻ ഓസ്ട്രേലിയയിൽ എത്തി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വൺസ് ഞാൻ ഓസ്ട്രേലിയയിൽ റീച്ച് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ചും വീഡിയോ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ആധികാരികമായിട്ട് തോന്നി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഓസ്ട്രേലിയ എത്തിക്കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഫ്രണ്ട്സ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നമുക്കിപ്പം എങ്ങനെ രജിസ്ട്രേഷൻ തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഒരാൾ BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നേടിയെടുക്കാം, അതിന് എങ്ങനെയൊക്കെയാണ് പ്രോസസ്സിംഗ് എന്നുള്ളൊരു ഔട്ട്ലൈനിങ് ജസ്റ്റ് പറഞ്ഞു തരാനുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എന്നാ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ ഒരാൾ ഫസ്റ്റ് ഇപ്പം എല്ലാവർക്കും അറിയാം, ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഒരു നഴ്സിംഗിൻ്റെ മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും കുറേ അധികം പരസ്യമുണ്ട്, നിങ്ങൾ ഈ കോഴ്സ് ചെയ്ത് അപ്പം തന്നെ ഓസ്ട്രേലിയയിലോട്ട് വരാം എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ആ കോഴ്സുകളൊന്നും ചെയ്താൽ തന്നെ നമുക്ക് ഓസ്ട്രേലിയയിലോട്ട് എത്തപ്പെടാൻ പറ്റുകയില്ല. നമ്മളൊരു ഇൻ്റർനാഷണൽ ക്വാളിഫൈഡ് നേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങിലൂടെയും കടന്ന് തന്നെ പോകണം. നമുക്കിപ്പം ഈ ഓൺലൈനിലൊക്കെ കാണാൻ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക്, ഞാനിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ പേരൊന്നും പറയത്തില്ല, പക്ഷെ കോഴ്സുകൾ നമുക്ക് അതിനകത്ത് തന്നെ നമുക്ക് എല്ലാത്തിനും നമുക്ക് അവർ മിക്കവാറും ഇവിടെ കൊടുക്കുന്നതൊക്കെ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കേഷൻ ആയിരിക്കും. ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ നഴ്സിംഗ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ക്രിട്ടിക്കൽ കെയർ എന്ന സ്പെഷ്യലൈസേഷൻ, അങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഒരു BSc കഴിഞ്ഞ ഒരു നേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ഓസ്ട്രേലിയ വരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് മുഖാന്തരം നമ്മൾ BScക്ക് തുല്യരായിട്ട് മാറുന്നുണ്ട്. നമുക്ക് അതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണ്, അപ്പോൾ നമുക്ക് ആ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ഓസ്ട്രേലിയക്ക് വരണമെങ്കിൽ അവിടുത്തെ മിനിമം ക്വാളിഫിക്കേഷൻ രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ആ ബാച്ചിലർ ഡിഗ്രിയുടെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലോട്ട് എത്തണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് സഹായിക്കും. പക്ഷേ നമ്മൾ ഓൾറെഡി ഒരു BSc നേഴ്സ് ആണെങ്കിൽ വീണ്ടും ഈ കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കോഴ്സ് എടുക്കുന്നതുകൊണ്ടൊരു ഗുണമുണ്ട്, നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിൽ പെട്ടെന്ന് തന്നെ സെലക്ട് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോഴ്സുകൾ സഹായിക്കാറുണ്ട്. അപ്പോൾ ഈ കോഴ്സിന് സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മന്ത് എന്നാണ് പറയുക, പക്ഷെ അതൊരു 8 മന്ത് മുതൽ 1 ഇയർ വരെ പോകും കോഴ്സ് നമ്മൾ കംപ്ലീഷൻ ആയിട്ട് വരുമ്പോഴത്തേക്കും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾ ഓൾറെഡി BSc ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് പോകാം. അതല്ല നിങ്ങൾ GNM ഒരു നേഴ്സ് ആണെങ്കിൽ ഈ കോഴ്സ് എടുത്തിട്ട് വേണം നമുക്ക് ക്വാളിഫിക്കേഷനുള്ള ഫസ്റ്റ് നേഴ്സിംഗ് രജിസ്ട്രേഷനുള്ള പ്രോസസ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളിപ്പോൾ ക്വാളിഫിക്കേഷൻ മെറ്റായി, നമുക്ക് ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ നമുക്ക് ക്വാളിഫിക്കേഷൻ മെറ്റായെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയയുടെ തന്നെ ഒരു സൈറ്റ് ഉണ്ട്, അപ്ര എന്നാണ് അതിന് പറയുന്നത്, AHPRA, ഓസ്ട്രേലിയൻ ഹെൽത്ത് റെഗുലേഷൻ പ്രാക്ടീസിൻ്റെ നമ്മുടെ ഒരു വെബ്സൈറ്റാണ്. ഈ അപ്രയുടെ ഉള്ളിൽ പോവുക. നമ്മൾ ഗൂഗിളിൻ്റെ വെബ്സൈറ്റിൽ AHPRA എന്നടിച്ചാൽ മതി. അപ്രയുടെ സൈറ്റിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ IQNM, ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയുടെ നമുക്കതിനകത്ത് കോളം കാണാം, രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ്. നമ്മൾ അതിനകത്ത് പോയിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് അവർ ഫസ്റ്റ് വെരിഫൈ ചെയ്യും, നമ്മൾ ക്വാളിഫിക്കേഷൻ അവിടുത്തെ ക്വാളിഫിക്കേഷനുമായിട്ട് ഇക്വാലൻ്റ് ആണോ, ആർ യു എലിജിബിൾ ടു അറ്റൻഡ് എക്സാമിനേഷൻ എന്നുള്ള കാര്യം അവരത് നമ്മളെ അസസ് ചെയ്യും. അപ്പോൾ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അവർ NCLEX എഴുതാനുള്ള ഡേറ്റ്, നമുക്ക് ഈ IQNM എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളൊരു സൈറ്റാണ് ഓപ്പൺ ആക്കുന്നത്. പിന്നീട് നമുക്ക് അതിനകത്തൊരു യൂസർ നെയിമും ഒരു പാസ്വേഡും കിട്ടും. നമുക്ക് ഈ IQNM ഡാഷ്ബോർഡ് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സിങ് എവിടം വരെയാണ് നമുക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മെയിലിലോട്ടാണ് ഇടാൻ വരിക. അപ്പോൾ നമുക്ക് ഈ സൈറ്റിൽ നിന്ന് തന്നെ നമുക്കിതെല്ലാം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ഏജൻസി ത്രൂ പോകുവാണെങ്കിൽ നമ്മളിത് ഓരോന്ന് തുടങ്ങുന്നതിനും അവർക്ക് പൈസ കൊടുക്കണം, നമ്മൾ എല്ലാം അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക്
ഇൻഫർമേഷൻസ് ഒക്കെ ഡയറക്റ്റ് നമുക്ക് തന്നെ വരും. അതിൻ്റെ ഡിലേ നമുക്കറിയാം, അതിൻ്റെ പ്രോസസ്സിന് എത്ര ടൈം എടുക്കും നമുക്കറിയാം, അതിൻ്റെ ഫീസ് ഡയറക്റ്റ് തന്നെ നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ഏജൻസിയുടെ ആവശ്യം വരുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ IQMNMൻ്റെ ഡാഷ്ബോർഡിൽ പോയിട്ട് നമ്മൾ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സസ് ആണ് കാണിക്കാനുള്ള അതിനകത്ത് രജിസ്ട്രേഷൻ ഉണ്ട്. IQN ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ്. രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ, അതായത് നമ്മൾ BSc-കാരാണെങ്കിൽ BScയുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം അപ്ലോഡ് ചെയ്യുക. അതേസമയം GNM-കാരാണെങ്കിൽ GNM കഴിഞ്ഞ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്ലസ് നമ്മൾ എന്തെങ്കിലും ഗ്രാജുവേറ്റ് സർട്ടിഫിക്കേഷൻ ചെയ്തൊരു കോഴ്സിൻ്റെ ആ സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യുക. അവർ അസസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NCLEX എക്സാം എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പം അബുദാബി അല്ലെങ്കിൽ നമ്മൾ GCC കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അവിടെ നമുക്ക് എക്സാം സെൻറ്റർ ഇല്ല. നമ്മൾ അവർ NCLEXൻ്റെ ഡേറ്റ് തന്നപാടെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സൺ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ അടിച്ചു കൊടുക്കുക, പേഴ്സൺ വ്യൂ. എനിക്ക് വന്നാൽ നമ്മൾ UAE-ലേക്കൊക്കെ പോയപ്പം പേഴ്സൺ വ്യൂ തന്നെയായിരുന്നു. പേഴ്സൺ വ്യൂ അടിക്കുമ്പോൾ NCLEXൻ്റെ എക്സാം കാണും. സെയിം തന്നെ പേഴ്സൺ വ്യൂ അടിക്കുക, NCLEXൻ്റെ അതിനകത്ത് കയറി രജിസ്ട്രേഷൻ ലോഗിൻ കാണും. രജിസ്റ്റർ ആസ് എ ന്യൂ ലോഗർ ലോഗിൻ ചെയ്യുക. നമുക്ക് സെയിം തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ ആ ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നമുക്ക് എന്താണ്, നമുക്കിപ്പം ഈ ഓസ്ട്രേലിയയുടെ അവിടെ നമുക്ക് എലിജിബിലിറ്റി തരും. നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റിയുടെ ലെറ്റർ കിട്ടും, അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് തരും, അവർ നമുക്ക് എക്സാം എഴുതാനുള്ള ഡേറ്റ് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ പേഴ്സൺ വ്യൂവിൽ പോയിട്ട് നമ്മൾ നിയറസ്റ്റ് എക്സാമിൻ്റെ ഡേറ്റ് എടുക്കുന്നു. അങ്ങനെ നമ്മൾ പോയിട്ട് NCLEXൻ്റെ എക്സാം എഴുതുന്നു. എക്സാം എഴുതി യൂഷ്വലായിട്ട് 2 ഡേയ്സിനുള്ളിൽ നമുക്ക് ഒഫീഷ്യൽ അല്ലാത്തൊരു റിപ്പോർട്ട് നമ്മുടെ മെയിലിലോട്ട് വരും. നമ്മൾ പാസ്സാണോ ഫെയിൽ ആണോ എന്നറിയാം. അത് നമ്മൾ സെയിം തന്നെ ഈ IQMNMൻ്റെ ബോർഡിൽ പോയിട്ട് നമുക്ക് ഒരു മെയിൽ വന്നല്ലോ, നമുക്ക് എക്സാം എഴുതാവുന്ന ക്രൈറ്റീരിയ ആയിട്ട് വന്ന മെയിലിലോട്ട് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് അവർ OSCEക്ക് ഡേറ്റ് തരും. OSCEക്ക് ഡേറ്റ് തരുന്നതിന് മുമ്പ് നമ്മൾ അവർ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് നമ്മൾ പോയിട്ട് വിസ എടുക്കണം, ഓസ്ട്രേലിയക്ക് പോകാനുള്ള വിസ എടുക്കണം നമ്മൾ. അപ്പം വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് നമ്മളത് ഓരോന്നോരോ നമുക്ക് അവർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്നൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് അവർ കാണിച്ചു തരും. നമ്മൾ ഇമി അക്കൗണ്ടിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വിസ എടുക്കണം. 600 നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വിസ എടുക്കണം. വിസിറ്റിംഗ് വിസ 1 ഇയറിലോട്ട് വിസയാണ് സാധാരണ എടുക്കുന്നത്. ആ വിസ നമ്മൾ സെയിം തന്നെ അപ്രയുടെ സൈറ്റിൽ കയറി അവർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ വിസ അയച്ചു കൊടുക്കുമ്പോൾ അവർ നമുക്ക് OSCEക്കുള്ള ഡേറ്റ് തരും. അപ്പോൾ ഈ OSCEക്കുള്ള ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്നെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ക്വാളിഫിക്കേഷൻ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലെ പ്രാക്ടീസ് നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ UAE-യിലെ പ്രാക്ടീസും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അമേരിക്കൻ ഹാർട്ടിനെയാണ് ഫോളോ ചെയ്യുന്നത്, അവർ ഓസ്ട്രേലിയ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് സെൻറ്ററുമായിട്ട് ജസ്റ്റ് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടുത്തെ കോഴ്സുമായിട്ടൊന്ന് ഫാമിലറൈസ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. നമ്മൾ പോകുന്നതിന് 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 3 ആഴ്ച മുമ്പ് പോയിട്ട് എക്സാമിൻ്റെ 3 ആഴ്ച മുമ്പ് പോയിട്ട് അവിടുത്തെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള നമുക്കൊരു സമയം കിട്ടും. അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമ്മൾ എക്സാം എഴുതുന്നു. എക്സാം എഴുതി 2 മാസം എടുക്കും നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ 2 മാസം ആയിക്കുമ്പോൾ നമ്മൾ പാസ്സായി എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് നമുക്ക് ഈ 2 മാസത്തിനുള്ളിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതിയെടുത്താൽ മതിയാവും. അപ്പം നമ്മൾ IELTS അല്ലെങ്കിൽ OET നമ്മൾ എഴുതിയെടുക്കുന്നു. അപ്പോൾ ഈ എല്ലാ സർട്ടിഫിക്കറ്റും, അതായത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ OSCEയുടെ പാസ്സായ സർട്ടിഫിക്കറ്റും ഇംഗ്ലീഷ് ടെസ്റ്റും പിന്നെ അതിനകത്ത് റിക്വയർമെൻറ്റ് നമ്മൾ പറയുന്നുണ്ട്, അവർ പറയുന്ന നമ്മുടെ പാസ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നു. അതാണ് യൂഷ്വലായിട്ട് എൻ്റെ പ്രോസസ്സ്. പിന്നെ നമുക്കിതിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇതിനകത്ത് അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. ഇപ്പം നമുക്ക് NCLEX ഹൗ ടു സെലക്ട് NCLEX എക്സാം ഡേറ്റ്, അപ്പോൾ നമ്മൾ അതിനകത്ത് അടിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ അതിനകത്ത് വീഡിയോസ് കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾ ഒട്ടുമുക്കാലും ഫേസ്ബുക്കിൽ തന്നെ നോക്കിയാൽ, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നോക്കി തന്നെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. ഒട്ടുമുക്കാലും നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഏജൻസിക്ക് കൊണ്ട് പൈസ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എനിക്ക് സ്ക്രീൻഷോട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അടുത്ത പ്രാവശ്യം സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് നന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എക്സാം ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി യൂട്യൂബ് വീഡിയോസും ഉണ്ട്, നോക്കിയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് ചെയ്താൽ മതിയാവും. അപ്പം എല്ലാവർക്കും നല്ലൊരു രജിസ്ട്രേഷൻ്റെ സ്മൂത്തായിട്ടുള്ള പാത്വേ ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ബൈ.